പഠനം എന്ന നിലയ്ക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിന് ശേഷമാണ്. 10ാം ക്ലാസ്സിന് ശേഷം എന്ന് പറയുമ്പോൾ അതിന് മുമ്പൊന്നും എനിക്ക് പഠിക്കണമെന്നുള്ള താല്പര്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. 10ാം ക്ലാസ് കൊണ്ട് നിർത്തണം എന്നുള്ള താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് വരെ അത്ര പഠനത്തിൽ വലിയ ഫോക്കസും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാനൊരു ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. പക്ഷെ ഇപ്പം ദർസിൽ അന്ന് എനിക്ക് അങ്ങനൊന്നും പഠിക്കണമെന്നുള്ള താല്പര്യത്തിലുള്ള ആളല്ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ ഒരു ദിവസം നിൽക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ കുറേ കഷ്ടപ്പെട്ട് എവിടേക്കും എൻ്റെ അഡ്മിഷൻ ഇന്റർവ്യൂവിന് എന്നെ അറ്റൻഡ് ചെയ്യിപ്പിച്ച്. ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ തോറ്റുപോയി. പിന്നീട് മാദിൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവിടത്തേക്ക് ഇന്റർവ്യൂ ചെയ്ത് എങ്ങനെ എനിക്ക് കിട്ടി. അവിടുന്നാണ് പിന്നെ ഞാൻ പഠിക്കണമെന്നുള്ള താല്പര്യം വന്നത്. ഞാൻ പിന്നെ +1 +2 ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡിഗ്രി എടുക്കണം. ഞാനിപ്പോൾ വന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും അറിയില്ലല്ലോ, ഒരു ബേസും ഇല്ലാതെ ഞാൻ എങ്ങനെ എന്ത് വിഷയം എടുക്കും, ഹ്യൂമാനിറ്റീസ് എടുക്കുമോ കൊമേഴ്സ് എടുക്കുമോ സയൻസ് എടുക്കുമോ. ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് എളുപ്പമായിരിക്കും എന്നുള്ള നിലയ്ക്ക് ഞാൻ എടുത്തത്. ഹ്യൂമാനിറ്റീസ് +1 +2 കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസുകാർക്ക് സ്ഥാപനത്തിൽ കൂടുതലും സൗകര്യാർത്ഥം എന്ന നിലയ്ക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നു. അതായത് കൊമേഴ്സ് എടുത്തവർക്ക് BCom, ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് BA സോഷ്യോളജി, അങ്ങനെ 2 ഓപ്ഷന് നിലവിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സോഷ്യോളജി എടുത്തു. സപ്ലി ഒന്നും ഇല്ലാതെ പാസ്സാവാൻ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ PGക്ക് കൊടുക്കണമെന്നായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പഠിക്കണം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പിന്നീട് ഈ ഒരു 4-5 വർഷം കൊണ്ട് എനിക്ക് ഉണ്ടായി. അത് നമ്മൾ പഠനത്തിലോട്ട് അങ്ങോട്ട് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്ക് പഠിക്കണമെന്നായി. MSW എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യോളജി എടുത്തു. എനിക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് നോക്കി ഞാനിങ്ങനെ കുറേ അന്വേഷിച്ചു. അവസാനം ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു മനസ്സിലാക്കി. അപ്പം സോഷ്യൽ വർക്ക് ഒരു നല്ല ഓപ്ഷനാണ് സോഷ്യൽ വർക്ക് എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമല്ലോ. പിന്നെ മാത്രമല്ല, അതൊരു പ്രൊഫഷൻ എന്ന നിലയ്ക്ക് വരുമ്പോൾ ഇപ്പം വിദേശത്തൊക്കെ അതിന് സാധ്യത ഉണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ സോഷ്യൽ വർക്ക് കൂടിയല്ലേ. MSWൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അത് പറയുന്നുണ്ട്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു ചാരിറ്റിയും കൂടിയാണ്. ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഞാനതെടുത്തു. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ലേണേഴ്സിൽ ഇപ്പോൾ ഞാൻ അഡ്മിഷനൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഒന്നും അറിയാത്തൊരു ബേസിൽ നിന്നാണ് ഒന്നും അറിയാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത്ര എത്തിപ്പെട്ടേക്കുന്നത്. പഠനത്തിലോട്ട് കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് MSW സോഷ്യൽ വർക്ക് എന്ന നിലയ്ക്ക് ഇങ്ങനെ അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കാനാണ്, അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കാനാണ് എനിക്കും താല്പര്യം. എൻ്റെ കരിയർ അങ്ങനെ തന്നെയാണ് ഞാൻ ഗോളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.